അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ കേസരിയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും കേസരി ഉണ്ടാക്കും, പല വിധത്തിലും കേസരി ഉണ്ടാക്കും. ഞാൻ വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിച്ചു തരുന്നത്. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കേസരി ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. സ്റ്റവ് ഓണാക്കി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിൽ 3/4 ഭാഗം ഒഴിച്ചു കൊടുക്കുക, ബാക്കി ഇവിടെ വെക്കുക, പിന്നെ ഒഴിക്കാൻ. ഇതിൽ ഞാനൊരു 25 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, അത് ഇതിൽ ചേർത്ത് കൊടുക്കാം. അത്ര തന്നെ മുന്തിരി എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ബ്രൗൺ ആയിട്ടുണ്ട്, നല്ലപോലെ പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ച 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്, അത് ഇട്ട് കൊടുക്കാം. ഈ ഒരു പാത്രത്തിലാണ് ഞാൻ റവ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഗീയും പഞ്ചസാരയൊക്കെ എടുത്താൽ മതി. റവ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഇതായിട്ടുണ്ട്. കുറച്ച് സ്ലോ ചെയ്ത് കൊടുക്കുക. പഞ്ചസാരയൊക്കെ അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരിക്കലും പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്, തിളച്ച വെള്ളം തന്നെ ചേർക്കണം. 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ തിളപ്പിച്ച വെള്ളത്തിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് ഇളക്കി കൊടുക്കുക. ഫുഡ് കളർ ഇഷ്ടമില്ലാതെ ഒരു കുങ്കുമം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി വെള്ളം ഇതിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്, നല്ലപോലെ ഇളക്കി കൊടുക്കുക. 2-3 മിനിറ്റ് അടച്ചു വെക്കാം. തുറന്നു നോക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. നേരത്തെ ബാക്കി വെച്ച ഗീയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്യാം. ഞാൻ ഇളക്കിക്കൊണ്ടേ നിൽക്കണോ, അടിക്ക് പിടിച്ചോ. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഏലക്കായ് പൗഡറും ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. നല്ല കേസരിൻ്റെ നല്ല മണം വന്നിട്ടുണ്ട്. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മളെ കേസരി റെഡിയാവും. കുറച്ച് ഗീ അധികം വേണമെന്നേ ഉള്ളൂ. ചെറിയ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ലൊരു മധുരം റെഡി. സ്റ്റവ് ഓഫ് ചെയ്യുന്നുണ്ട്. കേസരി റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുവേണ്ടി ഞാനൊരു ഗ്ലാസിൻ്റെ പാത്രത്തിൽ കുറച്ച് നെയ്യ് പരട്ടി കൊടുക്കുന്നുണ്ട്. ഒരു സ്പാറ്റിലിനെ കൊണ്ട് ഇതുപോലെ മെല്ലെ അമർത്തി വെക്കുക. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും മതി. കുറച്ച് ടൈറ്റ് ആയതിനു ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പെർഫെക്റ്റ് കേസരിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിനെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.